സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് ടിപ്പർ വാഹനങ്ങളുടെ സമയത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി മോട്ടോർ വാഹന വകുപ്പ്. രാവിലെ 8 മുതൽ 10 മണി വരെയും വൈകിട്ട് 3 മുതൽ 5:30 വരെയുമാണ് നിയന്ത്രണം. സ്കൂൾ കോളേജ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുനിഷ എല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, ഈ ജില്ല തിരിച്ചുള്ള പട്ടിക എല്ലാ വർഷവും തന്നെ ഈ അധ്യയന സമയത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്നതാണ്. പക്ഷേ കഴിഞ്ഞ വർഷം 2 അപകടങ്ങൾ ഈ സമയം തെറ്റിച്ച് ടിപ്പർ ലോറിയും ഭാരവാഹനങ്ങളും യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. അന്നൊക്കെ ആ ചോദ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് കർശനമായി നടപ്പിലാക്കുന്നതിൽ ഒരു ശ്രദ്ധ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. അതാണ് മാധു, എല്ലാ തവണയും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, ഇത്തരത്തിൽ സമയക്രമീകരണം എല്ലാം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അപകടങ്ങൾ കഴിഞ്ഞ തവണയെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതില്ലാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണമെന്നുള്ളൊരു നിർദ്ദേശം DGP നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതത് കളക്ടർമാർക്കാണ്, അതത് ജില്ലാ കളക്ടർമാർക്കാണ് അതത് ജില്ലയുടെ ഒരു നിർദ്ദേശം, അതായത് ഇത്തരത്തിൽ എങ്ങനെയാണ് വേണ്ട ക്രമീകരണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കൊടുക്കാറുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴും 14 ജില്ലകളിലും പ്രത്യേക സമയക്രമം തന്നെയാണ്. ചിലയിടത്ത് 8 മുതൽ 10 മണി വരെയാണെങ്കിൽ ചിലയിടത്തെ ക്രമീകരണം 8:30 മുതൽ 9 മണി വരെ, ചിലയിടത്ത് 9 മുതൽ 10 മണി വരെ, അങ്ങനെയൊക്കെയാണ് ആ ക്രമീകരണം വന്നിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കുട്ടികളുടെ ഈ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഗതാഗത കുരുക്ക് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തവണ DGP നൽകിയിരിക്കുന്ന, മോട്ടോർ വാഹന വകുപ്പ് അടക്കം നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. ഈ സമയക്രമത്തിൽ ഈ വാഹനങ്ങൾ പോകുന്നില്ല, ടിപ്പറുകൾ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക കൂടി വേണം ഈ ഉദ്യോഗസ്ഥർ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇത്തവണ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ MVD ഈ സ്കൂൾ പരിസരത്ത് നിർത്തിയിടുന്ന വാഹനങ്ങൾക്കെല്ലാം തന്നെ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വാഹനങ്ങൾ നിർത്തിയിടാനോ എന്തെങ്കിലും തരത്തിൽ വിൽപ്പന നടത്താനായോ ഒന്നും പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒപ്പം വാഹനങ്ങൾ, ഈ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഉറപ്പിക്കുക, ഈ കുട്ടികളെ കയറ്റുന്നതിൽ ക്യൂ പാലിക്കുക തുടങ്ങി വിവിധ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുക കൂടി വേണം എന്നതാണ് ഏറ്റവും പ്രധാനം.